ഷെയ്ൻ നിഗം എന്ന അഭിനേതാവിനെതിരെ, എന്ന യുവ നടനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഒരു വിഭാഗത്തിൽ നിന്ന് വീണ്ടും ഉണ്ടാകുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഷെയ്ൻ നിഗം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു ചിത്രമായ ലിറ്റിൽ ഹാർട്ട്സിൻ്റെ അതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടൊരു അഭിമുഖത്തിനിടെ അദ്ദേഹം ഉണ്ണി മുകുന്ദൻ ഫാൻസിനെതിരെ അദ്ദേഹം ചെറിയൊരു പരാമർശം നടത്തി. ആ പരാമർശത്തിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം, സൈബർ ആക്രമണം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നു. അപ്പോൾ ചില ചാനലുകളൊക്കെ പർപ്പസ്ഫുള്ളി തന്നെ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ ഷെയ്ൻ നിഗത്തെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ വിഷയങ്ങളാവട്ടെ, മാനുഷിക വിഷയങ്ങളിലൊക്കെ അദ്ദേഹം മറ്റുള്ളവരെ പോലെയല്ല, കൃത്യമായി ഭയമില്ലാതെ, ഭയാശങ്കകളില്ലാതെ കൃത്യമായി ഇടപെടലും പ്രതികരണവും നടത്തുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അദ്ദേഹം ഒരു സുഡാപ്പി പട്ടം അദ്ദേഹത്തിന് ഓൾറെഡി ഈ ചില വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ചാർത്തിക്കൊടുത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏതായാലും അങ്ങനെ തന്നെ ആയിരിക്കോട്ടെ എന്നുള്ള ഒരു സ്റ്റാൻഡിൽ അദ്ദേഹം ഇന്ന് ഒരു കഫിയൊക്കെ ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പടം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം അതിന് ഇട്ടിരിക്കുന്ന പേര് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നാണ്. അപ്പോൾ എന്താണ് ഷെയ്ൻ നിഗം ഈ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കിരയായിട്ടും എങ്ങനെയാണ് ഈ ആക്രമണങ്ങൾ അദ്ദേഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തത് എന്നുള്ളത് ഈ ചിത്രത്തിലുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളൊക്കെ വരികയാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഷെയ്ൻ നിഗത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത്. എന്ത് തോന്നി സൈബ പടം കണ്ടപ്പോൾ ഇന്നത്തെ? അല്ല, ഇതിൽ സേഫും ഞാൻ ഇടയ്ക്ക് ഇടപെട്ട് അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് ഇവർ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ ഫാൻസിനെതിരെ ഷെയ്ൻ എന്തോ പറഞ്ഞു, അല്ലെ ഉണ്ണി മുകുന്ദനെതിരെ എന്തോ പറഞ്ഞു. ഉണ്ണി മുകുന്ദനെതിരെ ഷെയ്ൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ണി മുകുന്ദൻ ഒരു അഭിമുഖത്തിനിടെ എന്താണ് ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തുന്നുണ്ട്. ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു കമ്പനി ഇവിടെ ഉണ്ട്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ ഫാൻസിനെ കുറിച്ച് പറയാൻ വേണ്ടി എനിക്കൊന്ന് മഹിമ നമ്പ്യാരെ കുറിച്ച് പറയുമ്പോഴാണ് മഹിമ ഇതിൻ്റെ ഭാഗമാണെന്നോ മഹിമയ്ക്ക് ഉണ്ണി മുകുന്ദൻ ഇഷ്ടമാണെന്നോ മറ്റോ പറയാൻ വേണ്ടിയിട്ടാണ് ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഇന്ത്യ എന്ന് അദ്ദേഹം പറയുന്നത്. അതെന്തോ ഉണ്ണി മുകുന്ദനെ തെറി പറഞ്ഞതാണ് എന്ന മട്ടിൽ. യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞതേ അല്ല, അങ്ങനൊരു ഉദ്ദേശത്തോടെയും പറഞ്ഞതല്ല. ആ പ്രയോഗം ഷെയ്ൻ നടത്തിയിട്ടുണ്ടാകും ഒരു പക്ഷേ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന് പറഞ്ഞൊരു കമ്പനി നേരത്തെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ ഇങ്ങേർക്കെതിരെ എന്തോന്നാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്താണ് സ്നിഫ്. ഒന്നാമത് ഇത് ഷെയ്ൻ നിഗം കഞ്ചാവ് പിടിക്കാരനാണെന്ന് പ്രചാരണം നടത്തുക. എന്നിട്ട് ഷെയ്ൻ നിഗം എന്താണ് ഷെയ്ൻ നിഗം ഫാൻസ്, അത് സ്നിഫാണ്. സ്നിഫ് എന്ന് പറയുമ്പോൾ വലിച്ചു കയറ്റുകയാണല്ലോ. ഇങ്ങനെ വലിച്ചു കയറ്റി തുമ്മിത്തെറിപ്പിക്കുന്ന ആളെന്നൊക്കെയുള്ള മട്ടിൽ ഇതൊരു ഒരു 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 ഗഞ്ചാ ബോയാണ്, സുഡാപ്പിയാണ്. ഇങ്ങനെ ഒരു ആളെ വ്യക്തിപരമായി എങ്ങനെയെല്ലാം അധിക്ഷേപിക്കാമോ ആ നിലയിലുള്ള ക്യാമ്പയിൻ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചില ആളുകളല്ല, അത് സംഘി പ്രൊഫൈലുകളാണ്. അതിൽ അറിയപ്പെട്ട ആളുകളുണ്ട് കേട്ടോ. വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ടെലിവിഷൻ ചർച്ചകളൊക്കെ പങ്കെടുക്കുന്ന സംഘി പ്രൊഫൈൽ, RSS പ്രൊഫൈലുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യം ഷെയ്ൻ വിശദീകരിക്കുന്നത്. ഞാൻ എന്താണ് പറഞ്ഞത്, താൻ എന്താണ് പറഞ്ഞത്, പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഉണ്ണി മുകുന്ദനും ഷെയ്ൻ നിഗമും എല്ലാവരും മഹിമയും എല്ലാവരും ഒരേപോലെ ആദരിക്കപ്പെടുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ് ഞാൻ കാണുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഇത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന വിദ്വേഷ പ്രചാരകരുടെ അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്താണ്? സുഡാപ്പിയാക്കുക എന്നുള്ളതാണല്ലോ. സുഡാപ്പിയായി ബ്രാൻഡ് ചെയ്യുക, ബ്രാൻഡ് സുഡാപ്പി. ഇതാണല്ലോ ഏറ്റവും അവർക്ക് സാധ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അത് പുള്ളി തന്നെ അങ്ങനെ ഏറ്റെടുക്കുകയാണ്. സുഡാപ്പി ഫ്രം ഇന്ത്യ, സുഡാനി ഫ്രം നൈജീരിയ എന്നൊക്കെ പറഞ്ഞാൽ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഒരു കഫിയൊക്കെ കിട്ടി, ഇതേ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് അസാധാരണമായ ധൈര്യം ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് നോക്കൂ, ഷെയ്ൻ വളരെ യങ്ങായിട്ടുള്ള ഒരു പെർഫോമറാണ്. ഈ ഫലസ്തീൻ പ്രശ്നം തുടങ്ങിയ സമയത്ത് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആദ്യമായിട്ട് അതിലൊരു നിലപാട് പറഞ്ഞ ആളാണ്. അന്ന് ഷെയ്ൻ പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് മിഠായി പൊതി പോലെ കുഞ്ഞുമക്കളുടെ മയ്യത്തുകൾ കൊണ്ടുപോകുന്ന കാണുമ്പോൾ വിഷമാവുന്നു എന്ന് ഷെയ്ൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് ഇപ്പം ഈ ഓൾ ഐസ് ഓൺ റഫ എന്നുള്ളതൊക്കെ മാതിരി
ലോകതലത്തിൽ അതിഭയങ്കരമായി ഫലസ്തീന് വേണ്ടി സെലിബ്രിറ്റി ക്യാമ്പയിൻ നടക്കുന്ന സമയത്തല്ല, ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ അങ്ങനെ പറഞ്ഞ ആളാണ് ഷെയ്ൻ. അപ്പോൾ ഷെയ്ൻ വളരെ സ്ഫുടതയോടുകൂടി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അങ്ങനെ പറയുമ്പോഴും ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ, മില്ലിയൻസിൻ്റെ ഇടയിൽ, ഇൻസ്റ്റഗ്രാം തലമുറക്കിടയിൽ സ്വീകാര്യതയുള്ള ഒരു നടനാണ്. അതിൽ സ്വാഭാവികമായിട്ടും സംഖ്യകൾക്ക് കലിപ്പുണ്ടാവും. ആ കലിപ്പ് അവരിങ്ങനെ തീർക്കുകയാണ്. പക്ഷെ അത് തീർക്കുമ്പോഴും ഞാനിവിടെയുണ്ട്, കഫിയ കിട്ടിയ സുഡാപ്പി ഫ്രം ഇന്ത്യ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ധീരമായി പ്രഖ്യാപിക്കുകയാണ് ഷെയ്ൻ. സല്യൂട്ട്സ്. ജിംസ്, സാധാരണ ഈ യുവനടന്മാരൊക്കെ അവരുടെ കരിയർ നോക്കി ഈ നിലപാട് പറയാൻ മടിക്കുകയോ പേടിക്കുകയോ ചെയ്യുന്ന ആളുകളാണ്. ഷെയ്ൻ എന്തുമാത്രം വ്യത്യസ്തനാണ്? നടന്മാരൊക്കെ എല്ലാവരും നിലപാട് പറയണമെന്ന് നിർബന്ധിക്കണം എന്ന അഭിപ്രായം എനിക്കില്ല. എല്ലാ കലാകാരന്മാരും നടന്മാരും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അവർക്ക് രാഷ്ട്രീയ നിലപാടൊക്കെ ഉണ്ടാവും. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് രാഷ്ട്രീയം പറയണം. അവരുടെ പണി അതൊന്നുമല്ല, അവർ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരാൾ പറയുന്നത് അത് അയാളുടെ ചോയ്സാണ്, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനൊരു 2005 മുതൽ, ഈ 2005, 2006 മുതലാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പ്രസൻസ് ഉള്ളത്. എനിക്ക് 2006 മുതലുണ്ട്. ഞാൻ അന്ന് മുതൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം, സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്വേഷ പ്രചാരണം അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതലേ ഉണ്ട് ഈ വിദ്വേഷ പ്രചാരണം. അപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ ആയതുകൊണ്ട് മാത്രം 2006 അയാളെ തീവ്രവാദി എന്ന് ആരും വിളിക്കുന്നുണ്ടായിരുന്നില്ല. ആരും മീൻസ് സംഘ പ്രൊഫൈലുകൾ വിളിക്കില്ല. അയാളുടെ പേരൊരു മുസ്ലിമാണ്, മുസ്ലിം ഒറിജിനാണ് അയാളുടേതെങ്കിൽ തീവ്രവാദി എന്ന് വിളിക്കില്ല. അവർ രാഷ്ട്രീയം പറയുമ്പോഴാണ് തീവ്രവാദി എന്ന് വിളിക്കുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു ഒരു 10 കൊല്ലത്തിന് ശേഷം, 10 അല്ലല്ലോ 20 കൊല്ലമാകാൻ പോവാണ്, 19 കൊല്ലത്തിന് ശേഷം ഞാൻ കാണുന്ന മാറ്റം, ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കാൻ അയാൾ മുസ്ലിം ആവുകയും വേണ്ട. അയാൾ ഇപ്പോൾ സുഡാപ്പി എന്നൊരാളെ ആരെയാണ് വിളിക്കുന്നത്? സുഡാപ്പി എന്ന് വിളിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരായ ആൾക്കാരാണ് മുമ്പ് വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു 15 കൊല്ലം മുമ്പ് വരെ സുഡാപ്പി എന്ന് വിളിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. ഇന്ന് ആ സംഘടനയില്ല, അതിനെ നിരോധിച്ചേക്കാണ്. അപ്പോൾ ഈ സുഡാപ്പി എന്ന് വിളിക്കുന്നവരാണ്, അത് മുസ്ലിങ്ങളെ പോലും അല്ല. എന്തുമാവട്ടെ ഒരു 10 കൊല്ലം മുമ്പ് വരെ സുഡാപ്പി എന്ന് വിളിക്കുന്ന ആരെയാണ്? പോപ്പുലർ ഫ്രണ്ടുകാരെയാണ്. അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവരെ സുഡാപ്പി എന്ന് വിളിക്കുക. ഇന്ന് അതിനുശേഷം എന്താണ്, മുസ്ലിങ്ങളെ മുഴുവൻ സുഡാപ്പി എന്നാണ് വിളിക്കുക. മുസ്ലിം പേരുള്ളവരെ മുഴുവൻ സുഡാപ്പി എന്നാണ് വിളിക്കുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മുസ്ലിം ആവണമെന്നില്ല സുഡാപ്പി എന്ന് വിളിയേക്കാൻ. അതായത് RSSനെതിരെ സംസാരിക്കുന്നവരെ, സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നത് ആരായാലും, അത് കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഇനി അനാർക്കികളായാലും പോസ്റ്റ് മോഡേണിസ്റ്റുകളായാലും മാവോയിസ്റ്റുകളായാലും ആരായാലും സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നവരൊക്കെ സുഡാപ്പികളാണ്. അപ്പോൾ ഈ സുഡാപ്പി മൗദൂദി വിളി കേൾക്കാത്ത എത്ര സംഘപരിവാർ വിരുദ്ധർ ഈ ലോകത്തുണ്ട്. ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. എല്ലാവരെയും വിളിക്കും അവർ. അത് ഇപ്പോൾ CPM ആണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശരം ഏറ്റുവാങ്ങുന്ന ആളുകൾ. CPM എങ്ങനെയാണെന്ന് വെച്ചാൽ CPMമാരെ സുഡാപ്പികൾ എന്ന് വിളിക്കും. എന്താണ് കാരണം? കമ്മി സുഡാപ്പി അത് ചേർത്താണ് വിളിക്കുക, കമ്മി സുഡാപ്പി. അപ്പോൾ അവിടെയാണ് ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഐ ആം സുഡാപ്പി എന്ന് ഷെയ്ൻ നിഗം പറയുന്നുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ചില സമയങ്ങളിൽ നമ്മളങ്ങനെ പറയേണ്ടി വരും. നമ്മൾ സുഡാപ്പികളല്ലെങ്കിലും ഐ ആം സുഡാപ്പി എന്ന് പറയേണ്ടി വരും. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് വരെ ഇത്തരം വിളികൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ, എനിക്കൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ചൂളലുണ്ടാവും. എന്നെയൊക്കെ ഒരാൾ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ ഞാൻ തീവ്രവാദിയല്ലോ, പിന്നെ എന്തിനാണ് എന്നെ തീവ്രവാദി എന്ന് വിളിക്കുന്നത്, നമുക്കൊരു ചൂളലുണ്ടാവും. ഇപ്പം ആ ചൂളൽ ആളുകൾക്ക് പോയി കഴിഞ്ഞു. ചില സമയങ്ങളിൽ നമ്മൾ അത് തിരിച്ച് പറയേണ്ടതുണ്ട്. അതുപോലെ ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയം പറയുന്ന ആളുടെ മതം ചെയ്യുക. അപ്പോൾ ആർക്കാണിത് കിട്ടാത്ത, ഈ ചാപ്പ് കിട്ടാത്ത ആരാ ഉള്ളത്? മമ്മൂട്ടിക്കും ഷെയ്ൻ നിഗത്തിനും. എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടുവാണ്, എല്ലാവർക്കും ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് രണ്ടുപേരും പറയണം ഞാൻ സുഡാപ്പിയാണ്, ഷട്ട് യുവർ മൗത്ത് എന്ന് പറയാൻ കഴിയണം. അത് ശരിക്കും ഷെയ്ൻ നിഗമിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി ഈ ഇൻ്റർവ്യൂവിലേക്ക് വന്നാൽ, എനിക്ക് ഈ സിനിമ കാണുന്നതിനേക്കാൾ, ചില സിനിമകൾ കാണുന്നതിനേക്കാൾ അസഹ്യമാണ് ഇൻ്റർവ്യൂ കണ്ടിരിക്കുക എന്നുള്ളത്. അത്ര മാത്രം എന്താണ് പറയുക, അതൊക്കെ എങ്ങനെ ആളുകൾ കണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. എൻ്റെ പേഴ്സണൽ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. എനിക്ക് കണ്ടിരിക്കാൻ കഴിയും. ഞാൻ ഇപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറയാൻ വേണ്ടി ഉണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്, ഞാനത് കണ്ടു. ഒന്നുമില്ല, ഇത് പ്രൊമോഷൻ എന്ന പേരിൽ ഇവർ ചുമ്മാ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ധ്യാൻ ശ്രീനിവാസൻ വന്നതിന് ശേഷം, ധ്യാൻ ശ്രീനിവാസൻ ഇൻ്റർവ്യൂ ഹിറ്റായതിനു ശേഷമുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ സിനിമാ പ്രൊമോഷനൊക്കെ ഇവരിങ്ങനെ കോമഡി പറയുകയാണ്. അപ്പോൾ ചില ആളുകൾക്ക് കോമഡി പറയാൻ കഴിയില്ല. അപ്പോൾ മമ്മൂട്ടി കോമഡി പറഞ്ഞാൽ അത് ഉണ്ടാക്കി പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഷെയ്ൻ നിഗമും എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ഈ പ്രൊമോഷൻ ചെയ്യുകയാണ്. ഇതിൽ ആകെ വ്യത്യസ്തനായിട്ടുള്ള ഫഹദ് ഫാസിൽ മാത്രമാണ്. ഫഹദ് ഫാസിൽ ഈ പ്രൊമോയ്ക്കൊന്നും പോകില്ല. അപ്പോൾ ഇതിൽ ഈ ആങ്കർ ചോദിക്കുകയാണ്, എന്താണ് ഏറ്റവും നല്ല, മഹിമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ഏതാണ്? മഹിമയും ഉണ്ണിമുകുന്ദനുമാണോ, അത് മഹിമ ഷെയ്ൻ നിഗമാണോ എന്ന് ചോദിക്കും. അപ്പോൾ മഹിമ പറയുകയാണ് എനിക്ക് ഷെയ്ൻ നിഗമാണ് ഇഷ്ടം, ഷെയ്ൻ നിഗത്തിൻ്റെ കോംബോ ആണ് എനിക്കിഷ്ടം ഉണ്ണിമുകുന്ദനേക്കാൾ. അപ്പോൾ ഈ ആങ്കർ പറയുന്നു എനിക്കിഷ്ടം മറ്റേ ഉണ്ണിമുകുന്ദൻ മഹിമ കോംബോയാണെന്ന് ആങ്കർ പറയുകയാണ്. അപ്പോൾ ഷെയ്ൻ നിഗ അത് ഏറ്റെടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. എന്ത്
ശരിയാണ്, എനിക്കും ഇഷ്ടം മഹിമ ഉണ്ണി മുകുന്ദനോടൊപ്പം ഉള്ള കോമ്പോയാണ്. അപ്പോൾ ഇവരിങ്ങനെ തമാശ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് മഹിമ ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഇത് തമാശയായിട്ട് പറയാണ് ഉംഫി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഉംഫ് എന്നുള്ള സാധനം നേരത്തെ ഉണ്ട്. ഇത് ഉണ്ണി മുകുന്ദനെ പലരും കളിയാക്കാറുണ്ട്. എന്താണ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. അപ്പോൾ അതൊക്കെ ആരൊക്കെ മുമ്പ് കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഈ ഉണ്ണി മുകുന്ദനും ഷൈൻ നിഗമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാതെയാണ് സംഘികൾ എന്ത് ചെയ്യുന്നത്, ഈ ഇദ്ദേഹത്തെ സുഡാപ്പിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇതിങ്ങനെ ഉണ്ണി മുകുന്ദനെ എന്തുകൊണ്ടാണ് കളിയാക്കുന്നത്, ഇദ്ദേഹം സംഘപരിവാറുകാരനാണ് ഉണ്ണി മുകുന്ദൻ. സംഘപരിവാർ ഏറ്റെടുത്തേക്കാണ് ഉണ്ണി മുകുന്ദനെ. അദ്ദേഹം തന്നെ സ്വയം അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഫിലിം ഫീൽഡിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവർ തമ്മിൽ നല്ല ബന്ധങ്ങളാണ്. അവർ ഒരുമിച്ച് അഭിനയിക്കുകയും ഒരുമിച്ച് കാണുകയും സൗഹൃദമുള്ള ആൾക്കാരുമാണ്. ഈ ഞാൻ പറയുന്നത് സംഘപരിവാറിൻ്റെ ലവ് ജിഹാദിന് ശേഷമുള്ള ഏറ്റവും വലിയ ടാർഗറ്റായിരിക്കും മോളിവുഡ് എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നു. കാരണം ലവ് ജിഹാദ് ക്യാമ്പയിൻ ഇപ്പോൾ 2007 മുതൽ ഒരു 2022 വരെ നമുക്കത് പ്രത്യേകം പറയാം. കാരണം അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞു, അതിൻ്റെ കത്തിയിൽ കഴിഞ്ഞു. അത്രയും കാലം നീണ്ടു നിന്ന അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ സംഘപരിവാറിനുണ്ടായിട്ടുണ്ട്. കേരളത്തിലുണ്ടായിട്ടുണ്ട്, യു പിയിലുണ്ടായിട്ടുണ്ട്, പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് വേർഷനായിട്ട് നമ്മൾ ഈ മോളിവുഡിന് നേരെയുള്ള സംഘപരിവാറിൻ്റെ അറ്റാക്കിനെ കാണണം. അതൊരു ഓർക്കസ്ട്രേറ്റഡ് അറ്റാക്കാണ്. അത് നമ്മൾ ബോളിവുഡിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബോളിവുഡിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബോളിവുഡിൽ സിനിമയില്ലാതായി. ബോളിവുഡിൽ നിന്നൊന്നും ഇറങ്ങുന്നില്ല, ഒരു സിനിമയും പുറത്തു വരുന്നില്ല, നല്ല ചിത്രങ്ങൾ വരുന്നില്ല. ഇത് സെയിം ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് മോളിവുഡിൽ. മലയാളം സിനിമയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സംഘപരിവാറിൻ്റെ ഒരു ആസൂത്രിത നീക്കമാണ് ഈ പരിപാടി. അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും, പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. ലവ് ജിഹാദിൽ നമുക്ക് പറ്റിയ പിഴവ് ഇതിലുണ്ടാവരുത്. എന്തായാലും സംഘ് പ്രൊഫൈലുകളിൽ നിന്നുള്ള ആക്രമണം എത്ര കണ്ട് ശക്തമാകുന്നു അതിന് ഇരട്ടിയായി താൻ നിലപാട് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഷൈൻ നിഗം നടത്തുന്നത്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.